സംസാരിച്ചിട്ടുണ്ടോ ആത്മാക്കൾ? സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ സൗണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു 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 കാറ്റ്. അബോർഷൻ കേസുകളിൽ ആ കുട്ടി ഭൂമിയിലേക്ക് ജനിക്കുന്നില്ല, പക്ഷെ ജീവൻ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടല്ലോ. ആത്മാക്കളെ കാണാൻ പറ്റും. എത്ര ആത്മാക്കളെ ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു സിദ്ധിയാണ്. അതെ. എന്താണ് ഈ ആത്മാവ് അല്ലെങ്കിൽ ഈ ബാധ? ആക്സിഡന്റ് ആവാം, ആരെങ്കിലും കൊന്നതാവാം, അല്ലെങ്കിൽ സ്യൂസൈഡൽ ആവാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു റീസൺ ഇല്ലാണ്ട് പെട്ടെന്ന് നമ്മൾ ഞെട്ടിപ്പോവും ഉറക്കത്തിൽ. അങ്ങനെ ചില ആൾക്കാർക്ക് വരാറുണ്ട്. പിന്നെ ചിലർക്ക് എന്താ, നമ്മൾ നടക്കുമ്പം സംബഡി ഈസ് ബിഹൈൻഡ് അസ്, പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും ഉണ്ടാവില്ല. ആരുടെ വൈബ്രേഷനിലാണ് പെട്ടെന്ന് കയറി കൂടാൻ പറ്റുന്നത് നോക്കും. ചിലപ്പോൾ അമ്മയായിരിക്കും മെയിൻ ടാർഗറ്റ്. കാരണം എന്ന് പറഞ്ഞ ആൾക്കാരുടെ മേലേക്ക് അത് വരാനുള്ള ചാൻസ്. നമുക്ക് ഈ റേക്കിയിൽ നമുക്ക് അതിനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്, ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ. മൈൻഡ് ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് മൈൻഡിന്റെ കാര്യങ്ങൾ. കുട്ടി വേണ്ട എന്ന് വെച്ചിട്ട് അവർ വേണമെന്ന് വിചാരിച്ച് അബോർട്ട് ചെയ്ത കേസിൽ അങ്ങനെ ആത്മാവ് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ നെഗറ്റീവ് എനർജി കൂടിയിട്ടുള്ള ആരെങ്കിലും ഹീൽ ചെയ്യുന്നു? ആരെങ്കിലും അല്ല, ഒരുപാട് എണ്ണമുണ്ട്. എനിക്ക് വന്ന കേസസിൽ ഒരു 80% അബോർഷൻ കേസസ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ അബോർഷനായ സോള് ഈ കുട്ടീൻ്റെ മേത്താണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്, കുട്ടിയുടെ ദേഹത്ത്. ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഈ അബോർഷൻ ഒരു വലിയ സംഭവമായിട്ട് എനിക്കറിയില്ല. ഇന്ന് ലിവിങ് ടുഗദറിൻ്റെ കാലഘട്ടമാണ്. റിലേഷൻഷിപ്പുകൾ ഉണ്ടാകുന്നു. ചിലപ്പോൾ അവർ പ്രിക്കോഷൻസും അവർ സേഫ്റ്റിയൊക്കെ എടുത്താൽ പോലും കുട്ടികളുണ്ടാവും, ഗർഭിണികളാവും. പക്ഷെ അവർ വളരെ ഈസി ആയിട്ട് ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇതിനെ അബോർട്ട് ചെയ്യപ്പെടാം. ആ ആത്മാവ് അവർക്കൊപ്പം ഉണ്ടാകുമെന്നാണ്. ഡെഫിനറ്റായിട്ടും ഇന്നത്തെ മരണപ്പെട്ടവരുടെ ആത്മാക്കൾ നമുക്കൊപ്പമുണ്ടോ? ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നവരുണ്ട്. പക്ഷേ ഇത്തരം ആത്മാക്കളുമായി ഡീൽ ചെയ്യുന്ന ഒരാൾ, ആത്മാക്കളെ ബ്ലസ് ചെയ്ത് മോക്ഷം കൊടുത്ത നമ്മളിൽ നിന്നും മാറ്റി നിർത്തുന്ന ഒരാൾ, അത്തരത്തിലൊരാളാണ് നമ്മളോടൊപ്പമുള്ളത്. ഷാക്കി മാം നമസ്കാരം. വെൽക്കം ടു ബ്ലാക്ക് മീഡിയ. ആത്മാക്കൾ, എനിക്ക് തോന്നുന്നു നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. സത്യത്തിൽ രണ്ട് അഭിപ്രായമുള്ളവരുണ്ട്, ആത്മാക്കളുണ്ട് അല്ലെങ്കിൽ ആത്മാക്കളില്ല എന്നൊക്കെ. മാഡത്തിൻ്റെ ഇത്രയും നാളത്തെ എക്സ്പീരിയൻസിൽ ഈ ബാധ എന്നൊക്കെ നമ്മൾ സാധാരണഗതിയിൽ വിളിക്കുന്ന അതിൻ്റെ ബാധിക്കപ്പെട്ട ആളുകളൊക്കെ മാഡത്തിൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ടാവും. മാഡത്തിൻ്റെ അഭിപ്രായത്തിൽ എന്താണ് ഈ ആത്മാവ് അല്ലെങ്കിൽ ഈ ബാധ എന്ന് പറയുന്നത്? നമ്മൾ ശരിക്കും 2 എനർജീസ് ഉണ്ട്, നെഗറ്റീവും പോസിറ്റീവും. ഇപ്പം നമ്മളൊരാൾ മരണപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നെക്സ്റ്റ് സ്പേസിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ആ ഒരു ടൈം സ്പേസിൽ വരുന്ന ആ ഒരു എനർജിനെയാണ് നെഗറ്റീവ് എനർജി എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ വേറൊരു ശരീരം കണ്ടെത്തിയിട്ട് വേറൊരു ജന്മം അല്ലെങ്കിൽ വേറൊരു ജന്മത്തിലേക്ക് ജനിക്കാനുള്ള ടൈം. ഈ ആത്മാക്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നതെന്ന് പറയുന്നത് നോർമൽ ഡെത്തിലല്ല. ആക്ച്വലി അതൊരു ദുർമരണപ്പെട്ടിട്ട് ആക്സിഡൻ്റ് ആവാം, ആരെങ്കിലും കൊന്നതാവാം, അല്ലെങ്കിൽ സ്യൂസൈഡൽ ആവാം. അതായത് അവരുടെ ജീവിത ലക്ഷ്യം പൂർത്തീകരിക്കാതെ മരണപ്പെടുന്നു. അതെ, പൂർത്തീകരിക്കാതെ മരണപ്പെടുമ്പോഴാണ് ആ ഒരു ഇതിന് വേറൊരു ബോഡി കണ്ടെത്താൻ പറ്റിയിട്ടില്ല, അതായത് ജനിക്കാൻ പറ്റിയിട്ടില്ല എന്ന സമയത്ത് ആ ഒരു സ്പേസിൻ്റെ ഉള്ളിൽ നമ്മൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോഴാണ് അതൊരു നെഗറ്റീവ് എനർജി ആവുന്നത്. ശരിക്കും ഒരാളുടെ ശരീരത്തിൽ അത് നിൽക്കുമ്പോൾ പോസിറ്റീവ് എനർജിയാണ്. പുറത്തേക്ക് വന്ന് വേറൊരു കറക്റ്റ് സ്പേസ് എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എന്തുകൊണ്ടായിരിക്കും അതങ്ങനെ എത്താത്തത്? ഞാൻ പറഞ്ഞ ഇത് നോർമൽ ഡെത്ത് അല്ല. ആ ഒരു ടൈമിലല്ല നമ്മൾ മരിക്കേണ്ടിയിരുന്നത്. പക്ഷെ ആ സമയത്ത് സംഭവിച്ചു പോകുന്നത് കൊണ്ട് എന്റെ സംശയം, വാർദ്ധക്യം വരെ എത്തി മരണപ്പെടുന്നവരാണ്. അതെ, അസുഖം, വാർദ്ധക്യ സഹജമായ അസുഖം കൊണ്ട് മരണപ്പെടുന്നവരാണ്. ഇദ്ദേഹം മരിക്കുമ്പോൾ തന്നെ ആ ആത്മാവ് മറ്റൊരു ജന്മം എടുക്കുന്നുണ്ടോ? ആ ഒരു ടൈം കറക്റ്റായിട്ട് ടൈം വരുമ്പം അത് അടുത്ത ജന്മത്തിലേക്ക് സെറ്റായി ടൈമിലാണ് ഇത് കറക്റ്റായിട്ട് ഇവിടെ മരിക്കുന്നതും അവിടെ ജന്മം എടുക്കാനുള്ളതും കറക്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ആ ഒരു ചെറിയ ഗ്യാപ്പ് പോസിറ്റീവ് എനർജിയാണ്. അതെ, പോസിറ്റീവ് എനർജിയാണ്. പക്ഷേ നമ്മൾ എന്താ പറയുക, നമ്മളുടെ ജീവിതം അഭിലാഷം തീർക്കാതെ, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാവും, അതൊന്നും തീർക്കാതെ ഇടയ്ക്ക് വെച്ച് നമ്മൾ മരണപ്പെട്ടു പോവുക. അത് അബോർഷൻ കേസസിൽ ഉണ്ടാവാം. നമ്മൾ ജീവിതം മതി എന്ന് പറഞ്ഞ സ്ട്രഗിളിൽ സ്യൂസൈഡ് ചെയ്യുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ ആരെങ്കിലും കൊല്ലുന്നത്, അങ്ങനത്തെ സ്റ്റേജൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, അത് സാധിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ മരിച്ചു പോകുന്നതാണ്. ആ ഒരു സമയത്ത് വരുന്നത് അതൊരു നെഗറ്റീവ് എനർജി ആയിട്ട്
അലഞ്ഞെതിരെ നടക്കുക. അതിന് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ചില ആൾക്കാർ പറയുന്ന കേൾക്കാം, നമ്മൾ ആ ഒരു എനിക്കിതൊന്നും വരാനുള്ള ഒരു ചാൻസും ഇല്ലാന്ന്. പക്ഷെ നമ്മൾ വൈബ്രേഷണൽ മാച്ച് വെച്ചിട്ടാണ് ഈ എനർജി നമ്മളിലോട്ടോ അല്ലെങ്കിൽ വേറൊരാളിലേക്കോ എങ്ങനെയാണ് അവിടെ കയറി കൂടുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ വൈബ്രേഷണൽ മാച്ച് വെച്ചിട്ടാണ്. പിന്നെ എന്താ പറയുക, അബോർഷൻ കേസസ് ഒക്കെ സിബ്ലിങ്സ്, അതായത് ഒന്നില്ലെങ്കിൽ അവരെ മുമ്പെയോ അല്ലെങ്കിൽ അവർക്ക് ശേഷമോ ഉണ്ടാകുന്ന കുട്ടികളിൽ അവരെ സ്പേസ് ആണ് എടുത്തിട്ട് ഈ കുട്ടി ജീവിക്കുന്നത്. അബോർഷൻ കേസുകളിൽ ആ കുട്ടി ഭൂമിയിലേക്ക് ജനിക്കുന്നില്ല, പക്ഷെ ജീവൻ അവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ടല്ലോ. ആ ഒരു പർട്ടിക്കുലർ ജീവൻ അവിടെ ക്രിയേറ്റ് ആയിട്ട് ഒരു 3-4 മാസം കഴിഞ്ഞിട്ടല്ലേ മിനിമം അബോർഷൻ ചെയ്യുന്നത്. ആ ഒരു സമയത്ത് ആ ഒരു ജീവന്റെ മിടിപ്പ് അവിടെ എത്തിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ കുട്ടികൾക്ക് ഈ അബോർഷൻ എന്നൊരു വലിയ സംഭവമായിട്ട് അവർ എടുക്കാറില്ല. ഇന്ന് ലിവിങ് ടുഗദറിൻ്റെ കാലഘട്ടമാണ്. റിലേഷൻഷിപ്പുകൾ ഉണ്ടാകുന്നു, ചിലപ്പോൾ അവർ പ്രിക്കോഷൻസും അവർ സേഫ്റ്റിയൊക്കെ എടുത്താൽ പോലും കുട്ടികളുണ്ടാവും, ഗർഭിണികളാവും. പക്ഷെ അവർ വളരെ ഈസി ആയിട്ട് ഏതെങ്കിലും ഒരു ഡോക്ടറെ കണ്ടിട്ട് ഇതിനെ അബോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ആ ആത്മാവ് അവർക്കൊപ്പം ഉണ്ടാകുമെന്നാണ്. ഡെഫിനറ്റ് ആയിട്ടും ഇന്നത്തെ ഇത് എത്ര ഈസി ആണെന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് ഡിപ്രഷനിലേക്ക് പോകുന്നതും അഡിക്ഷനിലേക്ക് പോകുന്നതും എല്ലാം വളരെ സർവ്വസാധാരണമാണ്. ഒരു IT പ്രൊഫഷൻ എടുത്ത് അല്ലെങ്കിൽ വേറെ ഏത് പ്രൊഫഷൻ എടുത്തു കഴിഞ്ഞാലും ഡിപ്രഷൻ ഇല്ലാത്ത ആൾക്കാർ ഇപ്പോൾ ഇല്ല. ഒരു സൈക്കാട്രി മെഡിസിൻ എടുക്കാതെ മൈൽഡ് ഡോസ് ആണ് ഞാൻ എടുത്തു എന്ന് പറയുന്ന ആൾക്കാരാണ് ഇപ്പം മിക്കവാറും. പക്ഷെ പണ്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം അത് കൂടുതലെന്ന് വെച്ചാൽ അബോർഷൻ കൂടുതലാണ്. അത് അവർ വിചാരിക്കും ഇതൊന്നും എന്നെ ഒരു ബാധിക്കുന്നില്ല എന്ന്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഇന്റേർണലി അവർ നല്ല രീതിയിൽ അത് ബാധിക്കുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ ഈ ബാധിക്കുന്നു എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. എല്ലാവർക്കും ഒരുപോലെയല്ല. ചിലവർക്ക് അത് അഡിക്ഷൻസ് ആയിട്ട് മാറും, ചിലവർക്ക് അവർ തന്നെ അതൊരു ഇറിറ്റേഷൻ ഉണ്ടാക്കും. റിലേഷൻഷിപ്പ് ആരും നമുക്ക് അടുത്തേക്ക് വരാൻ പറ്റാത്ത രീതിയിൽ അത് ബ്ലോക്ക് ചെയ്യും. പിന്നെ ചിലവർക്ക് എന്താണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് തന്നെ തോന്നും വിതൗട്ട് എനി റീസൺ എനിക്കിന്ന് സ്യൂസൈഡ് ചെയ്യണം എന്നൊരു ടെൻഡൻസി. അതേപോലെ എൻ്റെ ഒരു ക്ലയൻറ്റ് ഞാൻ പറഞ്ഞ പോലെ സ്റ്റെപ്പ് കയറി മേലേക്ക് പോകുമ്പം തോന്നി ആരോ ഉന്തി ഇടുന്നുണ്ട്, എന്നിട്ട് താഴെ വീണു. ഷീ നോസ് ആരോ ഒന്ന് പുഷ് പിന്നെന്ന് ഫീൽ ചെയ്തിട്ടുണ്ട്. ശരിക്കും താഴെ വീണ് എന്താ പറയുക, സ്പൈനൽ കോഡ് ഡാമേജ് ആയിട്ട് ഒരുപാട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ. പക്ഷെ ആ ഒരു സമയത്ത് പോലും ട്രീറ്റ്മെൻറ്റ് ഡോക്ടേഴ്സ് പോയി പറയുന്നു ഇവർക്ക് അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് സ്കാൻ ആയാലും വേറെ ഒരു ഇതിലും നമുക്ക് പർട്ടിക്കുലർ റീസൺ കണ്ടെത്താൻ പറ്റില്ല. പക്ഷെ നമ്മൾ അനുഭവിക്കും. ആ അനുഭവിച്ച് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ എനർജി നമ്മുടെ കൂടെ ഉണ്ടെന്ന്. ചില ആൾക്കാർക്ക് എന്ന് പറയുമ്പം ഒരു 3-4 മണിക്ക് റെഗുലറായിട്ട് കാല് തട്ടി എണീക്കും, വലിക്കും, പെട്ടെന്ന് ഒരു റീസൺ ഇല്ലാണ്ട് പെട്ടെന്ന് നമ്മൾ ഞെട്ടിപ്പോവും ഉറക്കത്തിൽ. അങ്ങനെ ചില ആൾക്കാർക്ക് വരാറുണ്ട്. പിന്നെ ചിലർക്ക് എന്താ, നമ്മൾ നടക്കുമ്പം സംബഡി ഈസ് ബിഹൈൻഡ് അസ്, പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോൾ ആരും ഉണ്ടാവില്ല, പക്ഷെ എന്തോ ഒരു ഫീൽ ഉണ്ടാവും, ആരോ നമ്മളടുത്ത് വന്ന് നിൽക്കുന്നതായിട്ട് ഒരു ഫീൽ കാണിക്കാറുണ്ട്. പിന്നെ ചിലവർക്ക് എന്ന് വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിയാണ്ട് നമ്മളുടെ ഉള്ളിൽ ആരോ സംസാരിക്കുന്നതായിട്ട് തോന്നാറുണ്ട്. പലർക്കും ഞാൻ ചെറിയ എക്സാമ്പിൾസ് പറഞ്ഞാണ്, പലവർക്കും പല രീതിയിലാണ് ഉള്ളത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ അബോർഷൻ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന ഈ ആത്മാവിന്റെ സാന്നിധ്യം ഇത് ആ അമ്മയ്ക്ക് മാത്രമാണോ അത് ബാധിക്കപ്പെടുക? അതിന് കാരണമായ ഒരു പുരുഷനുണ്ടാകുമല്ലോ, അയാളെ ബാധിക്കുമോ? അല്ലെങ്കിൽ ഈ അബോർഷൻ ഇവരെ സഹായിക്കുന്ന സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരിക്കില്ലേ, ഇവരെയും ബാധിക്കും? ഇത് ഞാൻ പറഞ്ഞില്ല, ഇതും വൈബ്രേഷൻ വെച്ചിട്ടാണ്. ആരുടെ വൈബ്രേഷനിലാണ് പെട്ടെന്ന് കയറി കൂടാൻ പറ്റുന്നത് നോക്കും. ചിലപ്പോൾ അമ്മയായിരിക്കും മെയിൻ ടാർഗറ്റ്. കാരണം ഈവൻ അച്ഛനാണെങ്കിൽ പോലും അമ്മയുടെ സമ്മതം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റൂല എന്നുള്ള നമ്മൾ പറയുന്നത്. അപ്പം അമ്മേനെ ആയിരിക്കും മെയിനായിട്ട് ടാർഗറ്റ്. ഈ കുട്ടി ചിലപ്പം അടുത്ത സിബ്ലിങ്ങിലോട്ട് കയറാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് അമ്മേനെ ആയിരിക്കും കൂടുതൽ ആ ഒരു ടോർച്ചർ വരുന്നത് അമ്മയ്ക്കായിരിക്കും. കാരണം അമ്മ പറഞ്ഞാൽ എതിർത്ത് പറയുക, കേൾക്കാതിരിക്കുക, അടിക്കുക, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ വരുന്നത് അമ്മേനെ ബാധിച്ചിട്ടായിരിക്കും. അബോർഷനായ കുട്ടി അമ്മയ്ക്ക് വരാനുള്ള ചാൻസ് ഒരുപാട് കുറവാണ്. അതിപ്പം ഇവരെ സ്വന്തം സിബ്ലിങ്സ് അല്ലെങ്കിൽ സിസ്റ്ററുടെ മകൾക്കൊക്കെ വന്നതായിട്ടുള്ള കേസസ് വരാറുണ്ട്. അതും ബ്ലഡ് റിലേഷൻ ആണല്ലോ. ചിലപ്പോൾ അവർ പോലും അറിയാതെയാണോ അവർ പോലും അറിയാതെ അവർ ബൈ ഡിഫോൾട്ട് നമ്മളെല്ലാവരും ഓപ്പൺ ആയിരിക്കും. അപ്പോൾ ഏത് എനർജീസും നമ്മളുടെ ഉള്ളിലേക്ക് കയറാനുള്ള ചാൻസസ് കൂടുതൽ. അതേപോലെ ഈ പ്രാക്ക്, ബ്ലാക്ക് മാജിക് എല്ലാം നമ്മൾ ഓപ്പൺ ആയിരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലേക്ക് എല്ലാ എനർജീസും നമ്മൾ ഫ്രീ ഓപ്പൺ കൊടുക്കുകയാണ്. എല്ലാവർക്കും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ എനർജീസും. വൺസ് നമ്മൾ ബ്ലോക്ക് ചെയ്യുക, ഇല്ല ഈ എനർജീസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞ ആൾക്കാരുടെ മേലേക്ക് അത് വരാനുള്ള ചാൻസ്. നമുക്ക് ഈ റേക്കിയിൽ നമുക്ക് അതിനുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്, ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ. പിന്നെ നിരീശ്വരവാദികൾ ഉണ്ടല്ലോ, എന്നെ ഇതൊന്നും ഇല്ല എന്ന് പറയുന്ന ആൾക്കാരുടെ വൈബ്രേഷൻ ടു ഹൈ ആയിരിക്കും. ആ സമയത്തൊന്നും കയറാൻ പറ്റൂല. പിന്നെ നമ്മള് ഈശ്വര വിശ്വാസം എന്നല്ല,
വിശ്വാസം. അതായത് എനിക്ക് ചിലപ്പോൾ ഞാൻ ഇപ്പം നമ്മളിപ്പോൾ റേക്കി എനർജിയിൽ ബ്ലോക്കൊക്കെ ചെയ്തു കിട്ടുന്നില്ല, പക്ഷെ ഒരു ഇത് സംഭവിക്കുമ്പം എൻ്റെ മനസ്സിലുണ്ടാവും ഞാൻ ചെയ്തത് തെറ്റാണോ. ആ ഒരു സമയത്ത് എത്തുന്ന സമയത്ത് ആ ഒരു ഫീൽ തന്നെ എനിക്കുണ്ടാവും, ഞാനത് ചെയ്തത് തെറ്റായി പോയോ. അങ്ങനെ വരുമ്പോൾ നമ്മളെ വൈബ്രേഷൻ വീക്കായി, ഇത് അട്രാക്ട് ചെയ്യാനുള്ള ടെൻഡൻസി നമുക്ക് കൂടുതലാണ്. ഇപ്പം അതേപോലെ തന്നെ നമ്മൾ പറയില്ല, ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കയറും. അതിപ്പം നിരീശ്വരവാദി എന്ന് പറഞ്ഞ് ഇത് എനർജീസിനൊന്നും വിശ്വസിക്കുന്നില്ലാത്ത ആൾക്കാർ പോലും ചില സമയത്ത് അവർ ചെയ്യുന്ന കാര്യത്തിൽ അവർക്ക് പേടിയുണ്ടാവും. ഇപ്പം നമ്മൾ ആർക്കെങ്കിലും ഒരു ദ്രോഹം ചെയ്ത് പറയുമ്പോൾ അവരുടെ ഉള്ളിൽ അയ്യോ അത് ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി, അത് മതി നമ്മളത് ഒബ്സർവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. മൈൻഡ് സ്ട്രോങ് ആയിട്ട് നിന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. ഇല്ല, എന്നെ ഇതൊന്നും ബാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒന്നും ബാധിക്കില്ല. പക്ഷെ വെറുതെ പറയരുത്, ചില ആൾക്കാരുണ്ട് എന്നെ ഇതൊന്നും ബാധിക്കില്ല എന്ന് പറയും, മനസ്സിൽ ഈശ്വര ഇത് ഓക്കെ ഞാൻ ചെയ്തത് ഞാൻ സ്ട്രോങ് ആയിട്ട് നിന്ന വരൂലായിരിക്കും. മനസ്സിന്റെ ഒരു കളിയാണ്. അതെ, മൈൻഡ് ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ് മൈൻഡിന്റെ കാര്യങ്ങൾ. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കട്ടെ, മാഡത്തിന്റെ ഇത്രയും വർഷത്തെ സർവീസിനിടയിൽ ഇത്തരത്തിൽ ഈ അബോർഷനായി അതിന്റെ പേരിൽ, അതായത് ഒരു കുട്ടിയെ വേണ്ട എന്ന് വെച്ചിട്ട് അവർ വേണമെന്ന് വിചാരിച്ച് അബോർട്ട് ചെയ്ത കേസുകൾ, അങ്ങനെ ആത്മാവ് കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ഈ നെഗറ്റീവ് എനർജി കൂടിയിട്ടുള്ള ആരെങ്കിലും ഹീൽ ചെയ്യേണ്ടി ആരെങ്കിലും അല്ല, ഒരുപാടെണ്ണുണ്ട്. എനിക്ക് വന്ന കേസസിൽ ഒരു 80% അബോർഷൻ കേസസ് ആണ്. കാരണം ഈ പറഞ്ഞ മാതിരി ഇന്നത്തെ കാലത്ത് ആർക്കും വേണ്ട, ടൈമില്ല, ചിലപ്പം ആക്സിഡൻ്റലി ആയതായിരിക്കും. പക്ഷെ അതവർ നിസ്സാരമായി തള്ളിക്കളയുന്നുണ്ട്. പിന്നത്തെ അവരുടെ ജീവിതത്തിൽ ഞാൻ ഒരു കേസ് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നതാണ്. അവർ കേസ് നല്ലോണം പോലെ ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയാണ്, ഭാര്യയും ഭർത്താവും ഹാപ്പി ആയിട്ട് പോയിക്കൊണ്ടിരുന്ന ഫാമിലിയാണ്. അപ്പോൾ 2 കുട്ടികളുടെ ഇടയിൽ പെട്ടെന്ന് എന്താ പറയുക ആക്സിഡൻ്റലി ആയതാണ്. അപ്പോൾ അവരെ അബോർട്ട് ചെയ്തു. പക്ഷെ പിന്നെ നോക്കുമ്പം ഹസ്ബൻഡിന് വൈഫിനോടുള്ള ആറ്റിറ്റ്യൂഡ് മാറി. വേറെ അഫെയറോ കാര്യങ്ങളോ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ ഒന്നുമില്ല, അഡിക്ഷൻ ഇല്ല, വേറെ അഫെയറോ കാര്യങ്ങളോ ഇല്ല. വൈഫിനെ ഇഷ്ടമാണോ ചോദിച്ചാൽ ഇഷ്ടമാണ്. പക്ഷെ എവിടെയോ ആൾക്ക് വൈഫിനോട് ഒരു അകൽച്ച. കുറച്ച് വരുമ്പം ഈ മകൾക്ക് എന്താന്ന് പറഞ്ഞാൽ ഈ മകള് അമ്മയെ കാണുമ്പോൾ ചിലപ്പം വേദനിപ്പിക്കാൻ നോക്കുക, പറഞ്ഞാൽ കേൾക്കില്ല. അതും ശരിക്കും പറഞ്ഞാൽ ഒരു 8-9 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. പക്ഷെ അവൾ പറയും അമ്മ ഒരു എന്താ പറയുക, നമുക്കറിയാമല്ലോ നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നതും അബ്നോർമലായിട്ട് ബിഹേവ് ചെയ്യുന്നതും. ആ ലേഡി വന്ന് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് സമയമായിട്ടേ ഉള്ളൂ ഇവക്ക് ഭയങ്കര, ഞാൻ നോക്കുമ്പോൾ ഒരു ഭയങ്കര അബ്നോർമാലിറ്റിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ അബോർഷനായ സോള് ഈ കുട്ടീൻ്റെ മേത്താണ് ശരിക്കും പറഞ്ഞിരിക്കുന്നത്, കുട്ടിയുടെ ദേഹത്ത്. പക്ഷെ ആ കുട്ടീൻ്റെ വൈബ്രേഷൻ കൊണ്ട് തന്നെ അച്ഛനും അമ്മയും തെറ്റിക്കാനായിട്ട് ആ കുട്ടി ക്ലിയർ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ പോയിന്റിൽ അച്ഛനും അമ്മേനായിട്ട് തെറ്റിക്കാന്ന് പറഞ്ഞിട്ട് ഇത് ഈ 6-7 വയസ്സുള്ള കുട്ടിക്ക് ചിന്തിക്കുന്നതിനെക്കാട്ടി അപ്പുറം അത് ചിന്തിച്ച് ഇവർ രണ്ടാളും തമ്മിൽ ആള് രംഗത്തൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഇവർ രണ്ടാളെ തെറ്റിക്കുന്ന എല്ലാ കാര്യവും അവളോട് ചെയ്തു വെക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞില്ല, ഈ സോൾ എന്ന് പറയുന്നത് നമ്മൾ അതിനിഷ്ടപ്പെട്ടിട്ടല്ല ഇങ്ങനെ നടക്കുന്നത്, അത് നെഗറ്റീവ് എനർജിയാണ്. അപ്പം അതിന് ബ്ലെസ്സിങ് കിട്ടുക, അതിന് മോക്ഷം കിട്ടിയാൽ മാത്രമേ അതിന് പോകാൻ പറ്റുള്ളൂ. അത് മോക്ഷം കിട്ടുന്നവരെ ഇങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും, പ്രതികാരം ചെയ്യും, വേറൊരു രൂപത്തിലായിരിക്കും പ്രതികാരം ചെയ്യുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഉള്ളിൽ അടി ഉണ്ടാക്കുന്നത്, പിന്നെ കുറേ കണ്ടുവരുന്ന അഡിക്ഷൻസ്, വെള്ളടി അവർക്ക് പോലും നിർത്താൻ പറ്റാത്തൊരു സ്റ്റേജ്. അപ്പോൾ എത്ര അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടിട്ടാലും തിരിച്ചു വരുമ്പോൾ അവർക്ക് അത് എന്താ പറയുക നിർത്താൻ പറ്റില്ല. കാണാൻ പറ്റും, അവർക്ക് കാണാൻ പറ്റുമോ? ഈ ബാധിക്കപ്പെട്ടവർക്ക് അവർക്ക് ഫീൽ ഉണ്ടാവും. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ആ മൈൻഡ് അത്രയും അവരെ കാണണം എന്നുള്ള ഇൻറ്റൻസ് ഒരു ഇതോടെ നോക്കി കഴിഞ്ഞാൽ അവർക്കും കാണാൻ പറ്റും. രൂപമായി കാണാൻ പറ്റും. അല്ല, ഒരു ഇത് ബോഡി അല്ലല്ലോ, ഇതൊരു എനർജി അല്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇതേപോലെ ആരോ അടുത്ത് വന്ന് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലാണ്. ശരിക്കും പറഞ്ഞാൽ എനർജി എന്ന് പറയുന്നത് നമുക്കൊരു ഫീലാണല്ലോ. ആ ഒരു ഫീല് നന്നായിട്ട് അറിയാൻ പറ്റും. ഈ എനർജികൾക്ക്, ഈ ആത്മാക്കൾക്കൊക്കെ അമാനുഷികമായ കഴിവുകളുണ്ടോ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ? അങ്ങനെയൊന്നുമില്ല. നമ്മളെ കൊണ്ട് എന്താ പറയുക ഇറിറ്റേറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിൽ ചെയ്യുന്ന മാതിരി ഭയങ്കരമായിട്ട് ഒരാൾ കൊല്ലാൻ അങ്ങനെയൊന്നും പറ്റില്ല. അതൊന്നുമില്ല. ഇറിറ്റേറ്റ്, നമുക്കൊരു നമ്മളൊരു ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനവുമാണ്. സന്തോഷം കെടുത്തും, അത് ഇല്ലാണ്ടാക്കും. അതുപോലെ അത് ഇല്ലാണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ എവിടെയാ ബാധിക്കുന്ന വെച്ചാൽ ഹെൽത്തില്, റിലേഷൻഷിപ്പില്, അങ്ങനെ വരുമ്പോൾ നമ്മളൊരു സംശയം ചോദിച്ചിട്ട്, അത് മേഡവുമായി ബന്ധപ്പെട്ട ചോദ്യമാണോ എന്ന് എനിക്കറിയില്ല, എങ്കിലും ഞാനിത് പറഞ്ഞുകൊണ്ട്, ഒരു അച്ഛനും അമ്മയും കൂടിയാണ് ഈ ആത്മാവ് ഉണ്ടാകാനുള്ള കാരണം. എവിടെയെങ്കിലും മരണപ്പെട്ട ഒരാളുടെ ആത്മാവായിരിക്കുമല്ലോ ഈ പുനർജനിച്ചു വരിക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജീവി മരണപ്പെടുമ്പോൾ ആ ജീവിയുടെ ആത്മാവ് മനുഷ്യന്റെ ആവണമെന്നൊന്നുമില്ല. അവര് കാരണമാണ് ഇത് ജനിച്ചത്, അവര് തന്നെയാണ് ഇതിനെ വേണ്ട എന്ന് വെക്കുന്നത്. അപ്പൊ അതൊരു തെറ്റാണ്.
തെറ്റാണോ എന്ന് പറയുമ്പം ശരിക്കും പറഞ്ഞാൽ അത് അറ്റ്ലീസ്റ്റ് നേരത്തെ കാലത്ത് അത് വേണ്ടാന്നെങ്കിലും വെക്കണം. ഒരു ജീവനെ ഉണ്ടാക്കിയിട്ട് അതിപ്പോൾ ഒരു പൂച്ചയാണ്, ഞാൻ കൊന്നാൽ തെറ്റുണ്ടോ എന്ന് ചോദിക്കുന്ന പോലെയാണ്. പൂച്ചയ്ക്ക് പൂച്ചയുടേതായിട്ടുള്ള വാല്യൂ ഉണ്ട്. അതിനെ നമ്മൾ കൊന്നാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്നും പറയാം, ഇല്ല എന്നും പറയാം. അത് നമ്മളുടെ മൈൻഡ് സെറ്റ് അനുസരിച്ചാണ്. പക്ഷെ ഒരു ജീവനെ നമ്മൾ കൊല്ലുന്നുണ്ട്. അതൊരു 2 മാസമായ ഒരു ഇതാണെങ്കിൽ ചോദ്യം ഇതാണ്, ഈ മനുഷ്യൻ മരണപ്പെട്ട ശേഷമുള്ള ആത്മാക്കൾ മാത്രമാണോ ഇത്തരത്തിലുള്ള? അല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആഹാരത്തിന് വേണ്ടി കാളയെ കൊല്ലുന്നു, പോത്തിനെ കൊല്ലുന്നു, ആടിനെ കൊല്ലുന്നു, കോഴിയെ കൊല്ലുന്നു, പന്നിയെ കൊല്ലുന്നു. ഇതിനൊക്കെ സൈഡ് എഫക്ട്സ് ഇല്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പഠനമൊന്നുമില്ല. നമ്മൾ ഈ ചിക്കൻ കഴിക്കുന്നു, ചിക്കൻ ഒരു ജീവനാണ്, അത് കഴിക്കുന്നു. പിന്നെ നമുക്ക് ഈ ഹെൽത്ത് പ്രശ്നം വന്നിട്ട് നമ്മൾ ഓരോ രീതിയിലേക്ക് എന്താ പറയുക, എല്ലാവർക്കും ഒരേമാതിരിയല്ലല്ലോ അസുഖം വരുന്നത്. ഇപ്പം ക്യാൻസറിൻ്റെ എണ്ണം എത്രയാ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ അതിൻ്റെ ഒരു എന്താ പറയുക ആയിക്കൂടെ, അത് ചെയ്യുന്ന എന്താ പറയുക അത് ചെയ്യുന്ന ആഫ്റ്റർ ഇഫക്റ്റ് ആയിക്കൂടെ. ഈ മരണങ്ങൾ കൂടുന്നു. അതേപോലെ ക്യാൻസർ അസുഖം, ക്യാൻസർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 100 പേരെ എടുത്തിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു മോർ ദാൻ 50 ആൾക്കാർക്ക് ക്യാൻസർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരു കൺസെപ്റ്റിൽ നോക്കുകയാണെങ്കിൽ കോടാനുകോടി ആത്മാക്കൾ ഇപ്പോഴും ഗതികെട്ടാതെ നമുക്ക് ചുറ്റും അറിയുന്നുണ്ട്. ഈ മൃഗങ്ങളെ ഒന്നും അവന്റെ പ്രായം കഴിഞ്ഞ് മരിച്ചു പോകുന്നില്ലല്ലോ, എല്ലാ മൃഗങ്ങളെയും കൊന്നു തിന്നാണ്. അതിൻ്റെ ആയിട്ടുള്ളത് ഭൂമിക്ക് തന്നെ ദോഷമായിട്ട് വരുന്നില്ലേ? പണ്ടുണ്ടായിരുന്ന മാതിരിയാണോ ഭൂമി? ഇപ്പം നമ്മൾ എത്രത്തോളം ഇങ്ങനെ ഫാസ്റ്റ് ഫുഡൊക്കെ വരുന്നു, ചിക്കനും മട്ടനും കഴിക്കുന്ന, അതിനനുസരിച്ച് കുട്ടികൾ മാനസികമായിട്ട് എഫക്റ്റ് ആവുന്നുണ്ട്, ഹെൽത്ത് വൈസ് എഫക്റ്റ് ആവുന്നുണ്ട്. ഇപ്പം നോക്കൂ, സൈക്കാട്രി അടുത്ത് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഏറ്റവും കൂടുതൽ മെഡിസിൻ എടുക്കേണ്ടി വരുന്നത് ചെറിയ കുട്ടികൾക്കാണ്. അവർക്ക് എന്ത് ടെൻഷനാ, കുടുംബം നോക്കണ്ട, പഠിച്ചാൽ മാത്രം മതി, അവർ പോലും സൈക്കാട്രി മെഡിസിൻ എടുക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയട്ടെ, ഇപ്പൊ ഒരു റോഡില് ഒരാടിന് വണ്ടി ഇടിച്ചു, ആട് ജീവനോട് മല്ലിടുമ്പോൾ കണ്ടു നിൽക്കുന്നവർക്കൊക്കെ ഭയങ്കരമായ ദയനീയത ഉണ്ടാവും. ഭയങ്കര ദയനീയത, അയ്യോ ഒരാട് അതിന് വെള്ളം കൊടുക്കുന്നു, മരുന്ന് കൊടുക്കുന്നു, എടുത്തുകൊണ്ട് പോകുന്നു, ഇങ്ങനെ കഴിയും. ഇതേ ആടിനെ ഈ വണ്ടി ഇടിക്കാതെ കഴുത്ത് വെട്ടി കൊന്നിട്ട് അതിന്റെ തൊലി ഉരിച്ചിട്ട് യൂട്യൂബിൽ വീഡിയോ ഇടും, മട്ടൻ മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ മട്ടൻ കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്. ഈ ആളുകളുടെ മനസ്സിങ്ങനെ 2 രീതിയിൽ തന്നെ തോന്നി. വിഷയത്തിൽ നിന്ന് മാറുകയല്ല പറഞ്ഞപ്പോൾ ചോദിക്കണം. ഇപ്പൊ ഇത് രണ്ടായാലും ഒരു ജീവനാണ് അല്ലെങ്കിൽ ഒരു ആത്മാവാണ്. അപ്പൊ ഈ ജീവികളുടെ ആത്മാക്കളും ഇത്തരത്തിൽ മോക്ഷം കിട്ടാതെ അലയുന്നുണ്ട്. ഇത് പറയുന്നത് എന്താ വെച്ചാൽ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, നമ്മളെ മൈൻഡാണ് തീരുമാനിക്കുന്നത്. നമ്മൾ കൊന്നാൽ ഇത് നമ്മളെ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല എന്നുള്ള മൈൻഡ് സെറ്റ് കൂടിയാണ് നമ്മൾ കൊല്ലുന്നെങ്കിൽ ഇത് നമ്മളെ ബാധിക്കുകയില്ല, നമ്മളടുത്ത് അടുക്ക പോലും ചെയ്യില്ല. അത്രയും കോൺഫിഡൻ്റ് ആവണം. വെറും വാക്കുകൊണ്ടല്ല, ഉള്ളിന്ന് നമ്മൾ കോൺഫിഡൻ്റ് ആവണം. ഇത് ചെയ്താലോ ഇത് ഇത് നത്തിങ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ള തോട്ടാണെങ്കിൽ അവരടുത്തേക്ക് അടിക്കില്ല. ഇപ്പൊ ഈ പറഞ്ഞ മാതിരി അതിന് ദയനീയം കണ്ട് നമ്മളിങ്ങനെ അയ്യോ ഭയങ്കരമായിട്ട് നോക്കുമ്പോൾ നമ്മളെ എനർജി ആയിട്ട് അത് പെട്ടെന്ന് ഒരിക്കലും ഒരു കോഴിയെ കൊന്നു ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്. പക്ഷെ പിന്നീട് എനിക്കത് ഓർക്കാൻ പോലും പറ്റാത്തൊരു സാധനമാണ്. ഞാൻ അന്നത് ചെയ്തു പോയല്ലോ എന്നുള്ളത് പിന്നീട് എനിക്ക് ഓർക്കാൻ പോലും പറ്റാത്ത. അതുകൊണ്ട് ചിക്കനൊക്കെ വാങ്ങാൻ പോകാത്തില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, വാങ്ങാൻ പോയാലും ആ ഏരിയയിലേക്ക് നമ്മൾ പോകാറില്ല, ഇതിനെ കഴുത്തിറക്കുന്ന ആ ഏരിയയിലേക്ക് നമ്മൾ പോകാറില്ല. ഇപ്പം ഇത് സെൻസിറ്റീവായി ആ ഒരു സമയത്ത് നമ്മൾ റിപ്പൻറ്റ് ചെയ്യുകയാണെങ്കിലും ആ ഒരു സെൻസിറ്റിവിറ്റി ഉണ്ട്. അതിന് ഞാൻ ചെയ്തു പോയല്ലോ, ആ ഒരു കുറ്റബോധം ശരിക്കും ഒരു ചെറിയൊരു നെഗറ്റീവ് അട്രാക്ഷൻ അല്ലേ. നമ്മൾ വിഷയത്തിലേക്ക് തിരിച്ചു വന്ന ഫാമിലിയുടെ കാര്യം പറഞ്ഞു. പിന്നെ എങ്ങനെയാണ് ആത്മാവിനെ ബ്ലസ് ചെയ്ത് മോക്ഷം കൊടുത്തത്? മോക്ഷം കൊടുക്കുന്നത് വെച്ചാൽ ഞാൻ ആദ്യം ഹീലിംഗ് തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഫോട്ടോ വെച്ചിട്ടാണ്. അപ്പോൾ ഫോട്ടോ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഇത് എന്ത് എനർജി. ഇത് വെറും നെഗറ്റീവ് എനർജീസ് മാത്രമല്ല, ഒരുപാട് കാര്യം കൊണ്ട് ഒരാൾക്ക് പ്രശ്നങ്ങൾ വരാം. പാസ്റ്റ് ലൈഫ് ആവാം, അല്ലെങ്കിൽ ഇപ്പം ചെയ്തതാവാം, നെഗറ്റീവ് എനർജീസ് ആവാം. അപ്പോൾ നെഗറ്റീവ് എനർജീസ് കാണുമ്പോൾ പെട്ടെന്ന് അത് വേറെ തന്നെ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് അറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അത് തന്നെ പറഞ്ഞു തരും, ലൈക്ക് എത്ര ദിവസം ഹീലിംഗ് വേണം. ശരിക്കും നോർമലി ഒരു 21 days ആണ് എടുക്കാറ്. ചില കേസസിൽ നമുക്ക് എക്സ്റ്റെൻഡ് ഒരു 5 or 6 days ചിലപ്പോൾ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. ഇത് അതിൻ്റെ ആ ഒരു കർമ്മം നമ്മളിപ്പോൾ മോക്ഷം കൊടുക്കാൻ മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ തീരാനുള്ള സമയം, വേറൊരു കാര്യം പറയുകയാണെങ്കിൽ അതിന് തീരാനുള്ള സമയം എന്ന് പറയുന്നത് നമ്മളെ മുമ്പിൽ റിവീൽ ആവുന്നത് തന്നെ അതിന് മോക്ഷം ഓക്കെ ഐ എം റെഡി ടു എന്നുള്ളതാണ് നമ്മളെ മുമ്പിൽ റിവീൽ ആവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്താലും കണ്ടുപിടിക്കാൻ പറ്റൂല. വൺസ് റിവീൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ബ്ലസ് ചെയ്ത് മോക്ഷത്തിലേക്ക് പറഞ്ഞയച്ചു കഴിഞ്ഞാൽ അത് സമാധാനമായിട്ട് പോയിക്കോളും. വേറൊരു എന്താ പറയുക, മാജിക് എന്ന് പറയാം. ഏതൊരു സോളിനെ ഞാൻ ബ്ലസ് ചെയ്ത് പറഞ്ഞയക്കുമ്പോഴും ആ സോള് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഹാപ്പിനെസ് തന്നിട്ടാണ് പോകുന്നത്.
എന്താ പറയുക, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. ഈവൻ എനിക്ക് മാത്രമല്ല, ഞാൻ ബ്ലസ് ചെയ്ത് പറഞ്ഞ ആ ക്ലയൻസിനും, അതായത് നമ്മളതിനെ ദ്രോഹിക്കുന്നില്ല, അതിനെന്താണോ വേണ്ടത് അത് നമ്മൾ ബ്ലസ് ചെയ്ത് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ പോണ സമയത്ത് ആ ഫാമിലിക്കും ഞാൻ പറയാറുണ്ട്, അഥവാ എന്തെങ്കിലും ഒരു സ്ട്രോങ് വിഷ് ഉണ്ടെങ്കിൽ ഈ 21 days കഴിഞ്ഞിട്ട് ഈ പോണ സമയത്ത് നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. കാരണം ഒരു നല്ലത് ചെയ്യുമ്പോൾ അതും നമ്മൾ ബ്ലസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അതായത് ആ ആത്മാവ് മോക്ഷം ലഭിക്കാൻ വെമ്പുന്ന സമയത്താണ് അത് നമ്മളെ അറിയിക്കുക, അത് നമ്മളിലേക്ക് വരുന്നു, നമ്മൾ അതിനെ സഹായിക്കുകയാണ്. അതെ, സഹായിക്കുകയാണ്. ആ ആത്മാവ് ആ ശരീരത്തിൽ നിന്ന് പോയിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് പോയിട്ട് പിന്നീട് എന്താ സംഭവിക്കും? അതിന് ടൈം ആയിട്ടുണ്ടാവും. അപ്പൊ അത് വേറെ ഇതിലേക്ക് പോവാൻ, വേറെ ജീവനായി ജനിക്കാനുള്ള ടൈം ആയിട്ടുണ്ട്. എത്ര ഇത്തരത്തിലുള്ള ആത്മാക്കളുമായി സംവദിച്ചിട്ടുണ്ടാകും? എനിക്ക് ഏകദേശം ഒരു 185 ഒരു 200 അടുത്ത് കേസസ് വന്നിട്ടുണ്ട്. സംസാരിച്ചിട്ടുണ്ടോ ആത്മാക്കൾ? സംസാരിച്ചിട്ടുണ്ട്. അതിന്റെ സൗണ്ടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു കാറ്റ് അങ്ങനെയൊക്കെയാ തോന്നുന്നത്. അല്ല നമ്മൾ ക്ലിയർ ആയി സംസാരിക്കുന്ന പോലെയല്ല, അതൊരു കാറ്റിന്റെ ഇതില് പതുക്കെ ഒന്ന് നമുക്ക് മനസ്സിലാവും. ഏതൊരു ലാംഗ്വേജ് നമുക്കത് മനസ്സിലാവും. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ഫീല് വരും, എൻ്റെ തോട്ട് തന്നെ പറയും ഇതാണിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വരുന്നത്. പേടിപ്പിക്കൂല, പക്ഷെ അതിൻ്റെ കൂടെ ഉള്ളോട്ട് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ അത് അനുഭവിച്ച സ്ട്രഗിൾ നമ്മളോട് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ട് അതിന് എന്താ പറയുക, നമുക്ക് മനസ്സിലാവും. കാരണം ആ ഒരു സ്ട്രഗിൾ അനുഭവിച്ചിട്ട് അത് വരുമ്പം ആ ഒരു ഫീല് നമുക്കുണ്ടാവും. ഇതൊരു സിദ്ധിയാണ്. അതെ, ആത്മാക്കളോട് സംസാരിക്കാനോ ആത്മാക്കളെ ഡീൽ ചെയ്യാനും പറ്റുന്ന ഒരു സിദ്ധിയാണ്. അതെ.